കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഒരു പുതിയ സംഭവമേ അല്ല, ഒരു പുതിയ വിഷയമേ അല്ല. കേന്ദ്ര ഫണ്ടുകളുടെ വിതരണത്തിലും വീതം വെപ്പിലും കേരളത്തോട് അനീതി തുടങ്ങിയിട്ട് നാളേറെയായി. ഈ അവഗണനകളിലെ ഏറ്റവും അവസാനത്തേതാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം. 1956 ഓഗസ്റ്റ് 31-നാണ് പാലക്കാട് ഡിവിഷൻ നിലവിൽ വന്നത്. 71 വർഷത്തോളമായി ദക്ഷിണ റെയിൽവേയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പാലക്കാടിനെ അപ്രസക്തമാക്കുന്നതാണ് പുതിയ കേന്ദ്ര സർക്കാർ തീരുമാനം. മംഗലാപുരം ജംഗ്ഷൻ അടങ്ങുന്ന 18 കിലോമീറ്ററോളം മേഖല അടർത്തി മാറ്റുന്നതിലൂടെ പാലക്കാട് ഡിവിഷൻ ഉണ്ടാകുന്നത് കനത്ത സാമ്പത്തിക നഷ്ടവുമാണ്. മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ സർവീസുകളുടെ നിയന്ത്രണവും പാലക്കാടിന് നഷ്ടമാകും. യാത്രാ ദുരിതവും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെ പിന്നോട്ടടിയുമായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത്. പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കാനാണോ ഈ വിഭജനം? ന്യൂസ് ബസ് വിശദമായി പരിശോധിക്കുന്നു. കേരളം എന്താ ഇന്ത്യയിലല്ലേ? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്ന ആരോപണം 100% അടിസ്ഥാനരഹിതവും കേവലം രാഷ്ട്രീയ പ്രേരിതവും. വിശദവിവരങ്ങളിലേക്ക് കടക്കാം. റിപ്പോർട്ടർമാർ ചേരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഓണം സമ്മാനം എന്ന പോലെ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. കർണാടക സ്വദേശിയും കേന്ദ്രമന്ത്രി റെയിൽവേ സഹമന്ത്രിയുമായ വി സോമണ്ണയുടെ നേതൃത്വത്തിൽ നടന്ന ചരടുവലിക്കൊടുവിലാണ് മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന 18 കിലോമീറ്റർ പാലക്കാട് ഡിവിഷനിൽ നിന്ന് അടർത്തിയെടുത്തത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് BJPയുടെ ഈ നീക്കമെന്നാണ് സൂചന. ഈ തീരുമാനത്തോടെ മൈസൂരു ഡിവിഷന്റെ വരുമാനം കുത്തനെ ഉയരും. പാലക്കാട് ഡിവിഷൻ വിയർക്കുകയും ചെയ്യും. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, ഇത് കേരളത്തെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. ഇത്രകാലം അവഗണന എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. അത് മുൻ സർക്കാരും ഈ സർക്കാരിന്റെ തുടക്കത്തിലടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോഴിതാ കർണാടക തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ, റെയിൽവേ മന്ത്രാലയം, അതിൽ റെയിൽവേ മന്ത്രി തന്നെ പറയുന്നു ഇത് തനിക്ക് അറിയുക പോലുമില്ല എന്നുള്ളത്. അതെങ്ങനെ വസ്തുതയാകുമെന്നുള്ളത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ചോദ്യം ആവർത്തിക്കുന്നു, കേരളം എന്താ ഈ രാജ്യത്തല്ലേ? ജോഷ്നി, ഇപ്പോൾ മലയാളികളാകെ ചോദിക്കുന്ന ചോദ്യമാണിത്. കാരണം കേരളത്തോടെ എന്നും അവഗണനയാണ്. അത് ബഡ്ജറ്റിലായിക്കോട്ടെ, ഇപ്പോഴിതാ റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഇപ്പോൾ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത്. ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ MP-മാരോട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി എന്തെങ്കിലും ഒരു കൂടിയാലോചന നടത്തേണ്ടതാണ്. പക്ഷേ ഒരു രീതിയിലുള്ള ചർച്ചയും നടത്താതെയാണ് പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള ഒരു തീരുമാനവുമായി ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് പോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ, ചർച്ചകളെല്ലാം നടന്ന സമയത്ത് കൃത്യമായി തന്നെ കേരളത്തിൽ നിന്നുള്ള MP-മാർ, പ്രത്യേകിച്ചും പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ തന്നെ പാർലമെന്റിൽ ചോദിച്ച കാര്യമാണ് പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ സമയത്ത് തന്നെ റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള യാതൊരു രീതിയിലുള്ള തീരുമാനവും നിലവിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി പെട്ടെന്നൊരു വിജ്ഞാപനം പുറത്തിറങ്ങുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം മേഖല പൂർണ്ണമായും എടുത്തു മാറ്റുന്നു. പകരം മൈസൂരിലേക്ക്, സദേൺ വെസ്റ്റേൺ റെയിൽവേയിലേക്ക് ഈ മംഗലാപുരം മേഖലയെ മാറ്റുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള നട്ടിലുണ്ടാക്കി എന്നുള്ളതാണ് മലയാളി MP-മാർ മുഴുവനും പറയുന്നത്. കാരണം ഒരു രീതിയിലുള്ള ചർച്ചയും നടത്തിയില്ല. പാലക്കാട് റെയിൽവേ ഡിവിഷനെ പൂർണ്ണമായും തകർക്കുന്ന, ആ റെയിൽവേ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവുമായാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. ആ പാലക്കാട് റെയിൽവേ ഡിവിഷനെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഈ പറയുന്ന 18 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ മംഗലാപുരം മേഖലയിൽ നിന്നാണ്. പ്രത്യേകിച്ചും മംഗലാപുരം തുറമുഖത്ത് നിന്ന് വരുന്ന ചരക്കുകളെല്ലാം കൊണ്ടുപോകുന്നത് പനമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ആ പനമ്പൂർ വന്നിരുന്നത് നേരത്തെ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലായിരുന്നു. അതുപോലെ തന്നെ മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള വരുമാനമായിരുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷൻ ലഭിച്ചിരുന്നത്. ഇനി ആ ഒരു വരുമാനം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഈ വരുമാനം നിലക്കുന്നതിനൊപ്പം തന്നെ പുതിയ സർവീസുകൾ പാലക്കാട് റെയിൽവേ ഡിവിഷന് നഷ്ടമാകും. അതിനോടൊപ്പം തന്നെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു രീതിയിലുള്ള ഫണ്ടും ലഭിക്കാതെ പോകുന്ന കാര്യങ്ങൾ വരും. അങ്ങനെ പൂർണ്ണമായും പാലക്കാട് റെയിൽവേ
റെയിൽവേ ഡിവിഷൻ ഇല്ലാതാവും ഘട്ടം ഘട്ടമായി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങളെല്ലാം ഒരു പക്ഷേ ഇല്ലാതാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഒന്നല്ലെങ്കിൽ പാലക്കാടിന്റെ പല ഭാഗങ്ങൾ ഇനി തിരുവനന്തപുരത്തേക്ക് ലയിപ്പിക്കുക, അതല്ലെങ്കിൽ മറ്റ് ഡിവിഷനുകളിലേക്ക് ലയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് സംസ്ഥാനമുള്ളത്. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ഇനി ഒരു പുരോഗതിയും ഒരു പക്ഷേ ഇനി വരുന്ന കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. 7 പതിറ്റാണ്ടായി വലിയ രീതിയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. ഇന്ത്യൻ റെയിൽവേക്ക് ഇതിന് വലിയ രീതിയിലുള്ള വരുമാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു റെയിൽവേ ഡിവിഷൻ, ആ റെയിൽവേ ഡിവിഷന്റെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് എംപിമാർ പൂർണ്ണമായും ആരോപിക്കുന്നത് ഇത് കർണാടകയിൽ നിന്നുള്ള ചില ലോബികളുടെ കളി തന്നെയാണ്. കാരണം ഒരു വർഷം മുമ്പാണ് അവിടെ കർണാടകയിൽ വെച്ച് റെയിൽവേയുടെ ഒരു റിവ്യൂ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തണം, മംഗലാപുരത്തെ പാലക്കാട് നിന്ന് എടുത്തു മാറ്റണം എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നത് അത് കർണാടകയിലെ BJP എംപിമാരും BJP ചില മന്ത്രിമാരുമായിരുന്നു. പക്ഷെ അന്നെല്ലാം കേന്ദ്രം ഇതിന് തടസ്സം നിന്നെങ്കിൽ ഇതാ ഒറ്റ രാത്രി കൊണ്ടാണ് കേന്ദ്രം ഈ കർണാടകയെ പ്രീണിപ്പിക്കാൻ, കർണാടകയിലെ BJP എംപിമാരെ പ്രീണിപ്പിക്കാനുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ എംപിമാർ അല്ലെങ്കിൽ UDF എംപിമാർ ഇപ്പോൾ ആരോപിക്കുകയും ചെയ്യുന്നത്. ഇത് ശക്തമായി എതിർക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കേരളം കടക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ പാർലമെന്റ് കേന്ദ്രീകരിച്ചും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഈ പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം അത് റദ്ദാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ അറിയിച്ചിട്ടുള്ളത്. രോഷ്നി, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.